രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. രഞ്ജിത്ത്, ഈ മെക്സവനെതിരെ നേരത്തെ CPM-ന്റെ ഒരു ആരോപണം വന്നതാണ്. അത് ഒടുവിൽ CPM-നെ പിൻവലിക്കേണ്ടി വന്നു. മെക്സവൻ കൂടുതൽ ശക്തമായി എന്നല്ലാതെ, കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടായി എന്നല്ലാതെ അത് CPM-നെ ക്ഷീണം ചെയ്തു. ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഈ പ്രസ്താവനയെ മെക്സവൻ എങ്ങനെയാണ് എടുക്കുക? അതിനോട് എങ്ങനെയായിരിക്കും ആ സമുദായം പ്രതികരിക്കാൻ പോകുന്നത്? രഞ്ജിത്ത്. ഡോക്ടർ അരുൺ, CPM-ഉം അതുപോലെ കാന്തപുരം AP വിഭാഗവും തന്നെയാണ് മെക്സവനെതിരെ തുടക്കത്തിൽ രംഗത്ത് വന്നത്. അതിൽ CPM പിൻവാങ്ങി. കാന്തപുരം AP വിഭാഗവും തുടക്കത്തിൽ അത് മെക്സവനെ ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് സിറാജ് പത്രത്തിൽ അതിൻ്റെ മുഖപ്രസംഗത്തിൽ, അതിൻ്റെ എഡിറ്റോറിയൽ പേജിൽ തന്നെ ഈ മെക്സവനെതിരെ ഒളിയമ്പുമായി രംഗത്തെത്തിയിരുന്നു. കാരണം ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരുമിച്ച് ഇടകലർന്നുകൊണ്ട് സ്ത്രീകളെ പൊതുവേദിയിൽ അല്ലെങ്കിൽ ഇത്തരം പൊതു ഇടങ്ങളിൽ പരസ്യമായി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വ്യായാമ മുറകൾ വേണ്ട എന്ന അർത്ഥത്തിൽ തന്നെ AP വിഭാഗത്തിൻ്റെ മുഖപത്രം ലേഖനം എഴുതിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ നേരിട്ട് വന്ന് മെക്സവൻ രീതിയിലുള്ള എല്ലാ വ്യായാമ മുറകളിലും, മെക്സവൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, പൊതുവിടങ്ങളിൽ സ്ത്രീകൾ പരസ്യമായി ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നടത്തുന്ന വ്യായാമങ്ങൾ വേണ്ട, അത് മതവിരുദ്ധമാണ് എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നത്. ഇത് വ്യായാമത്തിനെതിരെ മാത്രമല്ല, പൊതുവിടങ്ങളിലേക്ക് എത്തി വ്യായാമമൊക്കെ ചെയ്യാൻ സന്നദ്ധത കാണിക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ട് കൂടിയുള്ള ഒരു പ്രസ്താവനയായിട്ട് മാറുകയാണ്. ഇതൊരു സമുദായത്തെ സംബന്ധിച്ച് മാത്രമാണ് കാന്തപുരം പറയുന്നത് എങ്കിൽ കൂടി അത്തരത്തിൽ പൊതു ഇടങ്ങളിലേക്ക് എത്തുന്ന മെക്സവൻ പോലുള്ള കൂട്ടായ്മകൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും, അല്ലെങ്കിൽ അത് അവരെ ബാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്.